നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ആദ്യാവസാനം അവിടെ ദൈവമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിയായുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 290 ഗീതം, ലിറിക്സ് 290. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. വർണ്ണിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതിൽ ഇപ്പോഴും പ്രകാരം തന്നെ ആമീൻ. തൃത്വത്തിനു സ്തുതി. പേജ് നമ്പർ 37. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. ഞാനോ നിൻ്റെ കൃപയുടെ വ്യക്തിത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും.
യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവൻ നമ്മുടെ പാവങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലിയതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് നാമം വിളിച്ചപേക്ഷിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. നമുക്ക് ഗ്ലോറിയ ചേർന്ന് ഉപയോഗിക്കാം. പേജ് നമ്പർ 5. മനുഷ്യർക്കു സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ഔന്നതനാകുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പേജ് നമ്പർ 39. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തെ വലുപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് കാണിക്കുകയും ചെയ്യണതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാവസ്വീകാരം. പേജ് നമ്പർ 40. നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനില്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവതുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷം ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ, പട്ടത്ത ശുശ്രൂഷ രൂപാന്തരപ്പെടുത്തുവാനായി രൂപാന്തരപ്പെട്ടവർ, കുഞ്ഞാടുകളെ പരിപാലിക്കുവാൻ ദൈവജനത്തെ നിരന്തരമായി പ്രചോദിപ്പിക്കുന്ന ഇടയശ്രേഷ്ഠനായ ദൈവമേ, സർവ്വലോകവും ക്രിസ്തുള്ള രൂപാന്തരം അനുഭവിപ്പാൻ നിൻ്റെ ജനത്തിൻ്റെ കാവൽക്കാരായി അനിത്യ പൗരോഹിത്യ സമൂഹത്തെ ഉന്നതിപ്പെടുത്തണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. The first lesson is from the book of Ezekiel, chapter 33, verses 1 to 9. Ezekiel chapter 33, verses 1 to 9. The word of Lord came to me, Son of man, speak to your people and say to them, if I bring the sword upon a land, and the people of the land take a man from among them, and make him their watchman, and if he sees the sword coming upon the land, and blows the trumpet, and warns the people, then if anyone who hears the sound of the trumpet does not take warning, and the sword comes and takes him away, his blood shall be upon his own head. He heard the sound of the trumpet and did not take warning, his blood shall be upon himself. But if he had taken warning, he would have saved his life. But if the watchman sees the sword coming and does not blow the trumpet, so that the people are not warned, and the sword comes and takes any one of them, that person is taken away in his iniquity, but his blood I will require at the watchman's hand. So you, son of man, I have made a watchman for the house of Israel. Whenever you hear a word from my mouth, you shall give them warning from me. If I say to the wicked, O wicked one, you shall surely die, and you do not speak to warn the wicked to turn from his way, that wicked person shall die in his iniquity, but his blood I will require at your hand. But if you warn the wicked to turn from his way, and he does not turn from his way, that person shall die in his iniquity, but you will have delivered your soul. Thanks be to God. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 99 സങ്കീർത്തനം, സാംസ് 99. Responsive reading, Psalm 99. Psalm 99. The Lord is king, and the people tremble. He is enthroned above the winged creatures, and the earth shakes. The Lord is mighty in Zion. He is supreme over the nations. Everyone will praise his great and majestic name. Holy is he. Mighty King, you love what is right. You have established justice in Israel. You have brought righteousness and fairness. Praise the Lord our God. Worship before his throne. Holy is he. Moses and Aaron were his priests, and Samuel was one who prayed to him. They called to the Lord, and he answered them. He spoke to them from the pillar of cloud. They obeyed the laws and commands that he gave them. O Lord our God, you answered your people. You showed them that you are a God who forgives, even though you punish them for their sins. Praise the Lord our God and worship at his sacred hill. The Lord our God is holy. Thanks be to thee, O God. സക്രിയാവിൻ്റെ പാട്ട് നമുക്ക് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. പേജ് നമ്പർ 47, ബെനഡിക്റ്റ്സ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ചുദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചക മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തുനിന്നും
നമ്മെ പവയ്ക്കുന്ന എവിടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാ. ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നമ്മുടെ പിതാവായ ഇബ്രാഹിം ചെയ്ത സത്യവും വിസ്മയവും ഓർത്തുകൊണ്ടുമാകുന്നു. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും ദൈവത്തിൻ്റെ ദൃഢനയാൽ അവൻ്റെ ജനത്തിന് പാവമോചനത്തിൽ ശുഭജ്ഞാനം കൊടുക്കാനും മുമ്പായി നീ അവനുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ദൃഢനയാൽ ഉയരത്തിൽ നമ്മെ സന്ദർശിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, അതെങ്കിൽ ഇപ്പോഴും നീക്കളുടെ പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. The second reading is taken from 1 Timothy chapter 3 verses 1 to 13. 1 Timothy chapter 3 verses 1 to 13. Here is a trustworthy saying, if anyone sets his heart on being an overseer, he desires a noble task. Now the overseer must be above reproach, the husband of but one wife, temperate, self-controlled, respectable, hospitable, able to teach, not given to drunkenness, not violent but gentle, not quarrelsome, not a lover of money. He must manage his own family well and see that his children obey him with proper respect. If anyone does not know how to manage his own family, how can he take care of God's church? He must not be a recent convert, or he may become conceited and fall under the same judgment as the devil. He must also have a good reputation with outsiders, so that he will not fall into disgrace and into the devil's trap. Deacons likewise are to be men worthy of respect, sincere, not indulging in much wine, and not pursuing dishonest gain. They must keep hold of the deep truths of the faith with a clear conscience. They must first be tested, and then if there is nothing against them, let them serve as deacons. In the same way, their wives are to be women worthy of respect, not malicious talkers, but temperate and trustworthy in everything. A deacon must be the husband of but one wife and must manage his children and his household well. Those who have served well gain an excellent standing and great assurance in their faith in Christ Jesus. Here ends the second reading. Praise be to the Lord. സഭയുടെ പാട്ട് നമുക്ക് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. പേജ് നമ്പർ 52, TDM. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നെന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. പിതാവായി നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവരുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രവാമത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സറാപ്പുളും നിന്നെ നോക്കിയിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവാസം നിന്നെ സ്തുതിക്കുന്നു. രാജമാരുടെ തന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠനെ സ്തുതിക്കുന്നു. പിലാത്തമത്തുള്ളതായ നിന്നെ വന്നിയ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലായിടമുള്ള വിശുദ്ധ അനുസരിച്ചു കൊള്ളുന്നു. മഹത്വ രാജ്യമാകുന്നു. നീതാ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൽ നിഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വർത്തില്ല. മരത്തിൻ്റെ മുറിച്ചയച്ചപ്പോൾ എല്ലാ വിശ്വാസിയും സ്വർഗ്ഗത്തെ തുറന്നു. നീ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് പിതാവിൻ്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങൾ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകിയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നയിക്കുമുള്ള മൊത്തത്തിൽ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ പരിചയക്ക് ഉയർത്തണമേ. ദിനംപ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ നിങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിങ്ങളെ പാങ്കൂടാതെ കാത്തിരണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ ആശിക്കുന്ന പ്രകാരം നിന്റെ കരുണമേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഞാനൊരിക്കലും ലജ്ജപ്പെടരുതേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ജോൺ ചാപ്റ്റർ 21 വേഴ്സസ് 15 to 19. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവരോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സിനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരിടത്ത് നിൻ്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് സൗത്ത് കേരള ഡയസിസിൽ വട്ടപ്പാറ വൈദിക ജില്ലയിൽ കഴനാട് CSI ഇടവകയുടെ വികാരിയായിരിക്കുന്ന റവറൻഡ് D. വിജുമോൻ അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നതാണ്. അച്ഛനുള്ളതായ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. കീർത്തനം 248, ഹിൻ നമ്പർ 248. Chindawa kukriya ilume
സദാ. പുഷ്ടിയുള്ള കൊതുമ്പു കൊണ്ടവരെ മുഷ്ടമായി പോഷിപ്പിക്കുമവൻ. കരയിൽ നിന്നുള്ള തേനിനാൽ ദിനം തോറുമേ തൃപ്തരാക്കുമവൻ. കർത്തനെ പൂർണ്ണമായി ചിന്തവാക്കു ക്രിയയിലുമേ സന്തതം നിന്നെ അനുസരിച്ചിടാൻ നിൻ തുണ നൽകനിക്കു സദാ. ഇപ്പോൾ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ തിരുസഭയെ, പട്ടത്ത ശുശ്രൂഷയും പരിവർത്തനായി രൂപാന്തരപ്പെട്ടവർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തെ ഇടയനായും ദൈവജനത്തെ ആട്ടിൻകൂട്ടമായും വിവരിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ നല്ല ഇടയനായും തന്റെ ജീവൻ നൽകി ആടുകളുടെ ജീവൻ സംരക്ഷിക്കുന്ന ശ്രേഷ്ഠ ഇടയനായും വിവരിച്ചിരിക്കുന്നു. യഹൂദ മതാചാര പ്രകാരം ഒരു മഹാപുരോഹിതൻ ജനങ്ങളുടെ പ്രതിനിധിയായും ദൈവകരങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവനുമായിരിക്കും. വഴിപാടിയാകും അർപ്പിക്കുവാൻ ചുമതലപ്പെട്ടയാൾ വഴിതെറ്റിപ്പോകുന്ന വ്യക്തികളോട് സഹതാപം കാണിക്കുന്നവരുമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരുമായിരിക്കണം പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇസ്രായേലിന്റെ ഒന്നാമത്തെ പുരോഹിതനായിരുന്ന അഹരോൻ ദൈവനിയോഗ പ്രകാരമാണ് ഈ സ്ഥാനം വഹിച്ചത്. യേശുക്രിസ്തു ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മഹാപുരോഹിതനായിരുന്നു. യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് രാജ്യത്വവും പൗരോഹിത്യവും സംഗമിക്കുന്ന നിത്യനായ മൽക്കീസദേക്കിന്റെ എബ്രായ ലേഖനകർത്താവ് ദൈവപുത്രന് സദൃശനാക്കി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ 20-ാം അധ്യായം 19 മുതൽ 23 വാക്യങ്ങളിൽ ഉദ്ധാനം ചെയ്ത യേശുക്രിസ്തു തന്റെ ശിഷ്യാഗണങ്ങളെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്ന ഒരു ഭാഗമായി ഇവിടെ പഠിപ്പിക്കുന്നു. ഈ ഭാഗം തന്നെ നാം നോക്കുമ്പോൾ പട്ടത്ത ശുശ്രൂഷയുടെ അടിസ്ഥാനമായി പരിഗണിക്കുക. ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കാൻ കർത്താവ് സഭയെ വിളിച്ചിരിക്കുന്നതായ ആ ഒരു നല്ല അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. പട്ടത്ത ശുശ്രൂഷ അധികാരത്തിന്റെയോ സ്ഥാനമഹിമയുടെയോ അടയാളമായിട്ടല്ല, ക്രിസ്തു സഭയുടെ നിലനിൽപ്പിന്റെ അനിവാര്യ ഘടകമായിട്ടാണ് കാണുന്നത്. ക്രിസ്തുവിന്റെ ആ വലിയ പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുന്നതിന്റെ ആ വലിയ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ സർവശക്തൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ചില ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമതായി വിളിയും തെരഞ്ഞെടുപ്പ്. ഓരോ കാലത്തും ക്രിസ്തീയ ശുശ്രൂഷകരെ ദൈവം തെരഞ്ഞെടുക്കും. എന്നാൽ ഒരു നേതാവിനെ തയ്യാറാക്കുവാൻ ദൈവം എത്ര സമയമെടുക്കും എന്ന് നമ്മൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഒരു കൃത്യമായ ഒരു സമയം ഇതിനു വേണ്ടി നിയോഗിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. മോശയെ തയ്യാറാക്കുവാൻ വേണ്ടി ദൈവം 40 വർഷം എടുത്തുവെങ്കിൽ പൗലോസിനെ രൂപാന്തരപ്പെടുത്തുവാൻ 12 വർഷം മതിയായിരുന്നു. നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ എത്ര വർഷം എടുത്തു, അല്ലെങ്കിൽ ഇനി എത്ര വർഷം നമുക്ക് രൂപാന്തരപ്പെടുവാൻ വേണ്ടി വരും എന്ന് നാം ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെടുന്നതായ ശിഷ്യന്മാർ കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ കടന്നു വന്ന് അവർക്ക് സമാധാനം ആശംസിക്കുകയും അവരെ ശുശ്രൂഷയ്ക്കായി വീണ്ടും സജ്ജരാക്കുകയും ചെയ്യുന്നു എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെതായ അസാന്നിധ്യത്തിൽ ഭയപ്പെട്ട് പിന്മാറിയ ശിഷ്യന്മാരെ പോലെ ആണോ ഞാനും നിങ്ങൾ? യേശുവിന്റെ സാന്നിധ്യം നിരന്തരം അറിഞ്ഞിട്ടും നാം എന്തുകൊണ്ടോ പിന്മാറ്റക്കാരായി കടന്നു പോകുന്നു? നമുക്കെങ്ങനെയാണ് ശുശ്രൂഷ ഈ തരത്തിൽ നിർവഹിക്കുവാനായിട്ട് കഴിയുന്നത്? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പ്രകാരം
പട്ടത്ത ശുശ്രൂഷയിലേക്ക് വരുന്ന ഒരു വ്യക്തി അവൻ തന്റെ ജനത്തിന്റെ കാവൽക്കാരനാണ്. അവന്റെ ആ മുമ്പിലുള്ളതായ ജനത്തെ പരിപാലിക്കുവാൻ, അവർക്ക് ദിവ്യമായ ആത്മീയമായ പരിരക്ഷ നൽകുവാനുള്ള, കാവൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു അവസരമാണ് ഈ ശുശ്രൂഷയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ പട്ടത്ത ശുശ്രൂഷ ഈ പുരോഹിതരിലേക്ക് മാത്രമായിട്ടല്ല, എല്ലാവർക്കും അത് അനുഭവമായി തീരുവാനുള്ള ശുശ്രൂഷയായിട്ട് തന്നെയാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ വിളിക്കപ്പെടുന്നവർക്ക് ശക്തി നൽകി അയക്കുന്ന ഒരു കർത്താവിന്റെ ഒരു വലിയ ശുശ്രൂഷ യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നത് തന്നെയാണ്. അയക്കപ്പെടുന്നവന്റെ പക്കൽ ഒരു സന്ദേശം ഉണ്ടായിരിക്കണം. തന്റെ ജനത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവരോട് പറയുവാനുള്ള നല്ല വാർത്തകൾ അവന്റെ പക്കൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ സന്ദേശമാണ്, ആ ആധികാരികതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു സന്ദേശത്തിന്റെ ആ ശക്തി എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കൂടാതെ സഭയ്ക്ക് ഒരു സന്ദേശവുമില്ല, ഒരു ശക്തിയുമില്ല, അധികാരവുമില്ല. സ്വന്തം ശക്തിയിൽ സഭ ആശ്രയിച്ചാൽ മുന്നോട്ടുള്ള ശുശ്രൂഷ ശക്തമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ശക്തി പ്രാപിക്കുമ്പോഴാണ് സഭയും സമൂഹവും ആ പട്ടത്ത ശുശ്രൂഷയുടേതായ മഹിമയിലൂടെ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായി തീരുന്നുള്ള വസ്തുത ഞാൻ നിങ്ങൾ പറഞ്ഞു പോകുന്നത്. യേശു തന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യരെ സൃഷ്ടിച്ച് അവരുടെ മുകളിൽ ജീവശ്വാസം ഊതുമ്പോൾ അവർ മനുഷ്യർ ജീവനുള്ള ദേഹിയായി തീരുന്നതായ അനുഭവമാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മേൽ വരുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷികളായി തീരുവാനുള്ള ഒരു വലിയൊരു ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. പാപം ക്ഷമിക്കുവാനുള്ള അധികാരം ക്രിസ്തുവിന് മാത്രമുള്ളാണെങ്കിലും പാപക്ഷമ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം യേശു ശിഷ്യന്മാർക്കൂടെ നൽകുന്നുണ്ട്. ലോകങ്ങളുടെ മേലും ഭൂതങ്ങളുടെ മേലും അധികാരം നൽകിയാണ് യേശു അവരെ അയച്ചിരിക്കുന്നത്. എന്നാൽ ആ ശുശ്രൂഷകളെ എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റുവാനായിട്ട് കഴിയും. ലോകത്തിന്റെ ഉപ്പായും വെളിച്ചമായും ജീവിച്ച് സഭയുടെ വിളിയും നിയോഗം അർത്ഥപൂർണമാക്കി ജാതി മത വർഗ വ്യത്യാസമില്ലാതെ, ലിംഗ വ്യത്യാസമില്ലാതെ അത് യേശുവിനെ ദർശിച്ചുകൊണ്ട് ലോകത്തെ ദൈവഹിതത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുത്തുവാനുള്ള ആ ഒരു ദൈവഹിതമാണ് എന്നിലും നിങ്ങളിലൊക്കെയും കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ശുശ്രൂഷകളെ ക്രിയാത്മകമാക്കി മാറ്റണം. പട്ടത്ത ശുശ്രൂഷ അവരുടെ മഹത്വം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ആ ഒരു വ്യക്തിയിലൂടെ ശുശ്രൂഷ ചെയ്യുന്നവരിലൂടെ ക്രിസ്തുവിനെ അറിയുന്നവരെ നമുക്ക് നേടുവാനായിട്ട് കഴിയണം. ക്രിസ്തുവിന് വേണ്ടി നേടുന്ന ഒരു വലിയ ശുശ്രൂഷ, ആ ഒരു പട്ടത്ത ശുശ്രൂഷകൻ അല്ലെങ്കിൽ ആ പട്ടക്കാരൻ തന്റെ ശുശ്രൂഷകൾ അർത്ഥവത്താക്കി മാറ്റുമ്പോൾ അനേകർ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കുവാനുള്ള ആ വലിയൊരു അനുഭവമാണ് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം പഠിപ്പിക്കുന്നത് പോലെ ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായി തീർന്നവരും അവന് പുതിയ ഒരു രൂപാന്തരത്തിലേക്ക്, പുതിയൊരു മനുഷ്യത്വത്തിലേക്ക്, പുതിയൊരു ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ശുശ്രൂഷക്കാരന് കഴിയണം എന്നുള്ള ആ ഒരു വലിയൊരു ചിന്തയാണ് വേദഭാഗം നമുക്ക് ഇവിടെ നൽകുന്നത്. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം മുതൽ നമുക്ക് അവിടെ വായിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നതായ ഒരു ചോദ്യം അവിടെയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതുപോലെ 3 പ്രാവശ്യമായിട്ടാണ് അവിടെ ചോദിക്കുന്നത്. പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നു, കർത്താവ് നീ അത് അറിയുന്നല്ലോ എന്ന്. പത്രോസ് വളരെ ദുഃഖത്തോട് പറയുകയാണ്, ദുഃഖിച്ചു. കർത്താവ് എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷ തലങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അനവധിയാണ് എങ്കിലും കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, ഈ ഇവരിൽ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ശുശ്രൂഷയുടെ മഹത്വം നമ്മിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുവാനുള്ള ഒരു അവസരമായിട്ടാണ് കർത്താവ് എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പട്ടത്ത ശുശ്രൂഷ എന്ന് പറയുന്നത് അവരുടെ വേദന ഉൾക്കൊള്ളുന്നതായ ആ വലിയൊരു ആഹ്വാനത്തെ, ആ ഒരു ശുശ്രൂഷയാണ് പറയുന്നത്. യേശു ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുമ്പോഴും ജനങ്ങൾക്ക് ആവശ്യമായ ശുശ്രൂഷകൾ നിറവേറ്റിയിരുന്നു. കുരുടർക്ക് കാഴ്ച നൽകിയും മുടന്തർക്ക് സൗഖ്യവും ഭൂതങ്ങളെ പുറത്താക്കിയതുമെല്ലാം അതിന്റെ എല്ലാം ഭാഗമാണ്. ചുറ്റുപാടുമുള്ളവരുടെ വേദനയ്ക്ക് ശമനം വരുത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് ശുശ്രൂഷ സൗരഭ്യവാസനയായി മാറുവാൻ ഇടയായിത്തീർന്നത്. അല്ലാതെ നമ്മൾ ആഡംബര മുറികളിലോ AC മുറികളിലോ ഇരുന്നുകൊണ്ടുള്ളതായ ആ ശുശ്രൂഷകളെ അല്ല ഇവിടെ പ്രധാനമായി യേശുവിടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്.
പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മോടൊപ്പം നമ്മുടെ വേദന അറിഞ്ഞ് നമുക്ക് വേണ്ടി ജീവിതം ചെലവഴിച്ചതായ അനേക ശുശ്രൂഷകരെ നാം കണ്ടിട്ടുണ്ട്. അവരുടെ നല്ല സാക്ഷ്യങ്ങളെ നാം കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി വളരെ മുഖ്യമായി പ്രാർത്ഥിക്കുന്നതായ ആ വലിയൊരു സമൂഹത്തിന്റെ പ്രതിനിധികളായി നമുക്ക് അവരെ കാണുവാൻ കഴിയും. ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത നമുക്ക് നൽകിയതായ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നിന്ദകളും പഴിയും ദുഷിയും പരിഹാസവും മാത്രമാണ് കൂടുതലായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നത്. എങ്കിൽ പോലും അതെല്ലാം ക്രിസ്തുവിന് വേണ്ടി അവർ സഹിക്കുമ്പോൾ തന്റെ മുന്നിലുള്ളതായ സമൂഹത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, അവരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് ഈ വേദന അവർ സഹിക്കുന്നത്. എന്നാൽ അവരുടെ വേദന അറിയുന്ന, തന്റെ മുന്നിലിരിക്കുന്നതായ ഓരോ വ്യക്തിയുടെയും വേദന അറിയുന്നതായ ആ വലിയ ശുശ്രൂഷ അവർ ഏറ്റെടുക്കുമ്പോൾ അവരെ വേദനകൾക്ക് ശമനം വരുത്തുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരു ആശ്വാസം പകരുവാൻ ഇടയായിത്തീരുന്നതെല്ലാം ഇതിന്റെ എല്ലാം ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. നമുക്കറിയാവുന്ന ലോകമെമ്പാടും മഹാമാരി, കൊറോണ എന്ന മഹാമാരി കടന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു വേദനയുടെ ആ ശുശ്രൂഷകൾ പലപ്പോഴും പല സഭകളിൽ സഭാവിഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി, അവരുടെ വേദനയിൽ അവരോട് പങ്കുചേരുവാൻ വേണ്ടി, കഷ്ടതയിൽ പങ്കുചേരുന്നതായ ഒരു ശുശ്രൂഷയാണ്. അല്ലാതെ സുഖലോലുപതയുടെ ശുശ്രൂഷയായിട്ടല്ല പട്ടത്തെ ശുശ്രൂഷ ഇവിടെ നൽകിയിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ കൊടുത്തുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി അവരുടെ സമയങ്ങളെ ചെലവഴിച്ചുകൊണ്ട് അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുമ്പോൾ അവർ ശുശ്രൂഷയിൽ പൗലോസുണ്ടായ കഷ്ടതകളെ പറ്റി 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശുശ്രൂഷയെ പൗലോസുണ്ടായ കഷ്ടതകളെ പറ്റിയാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ താൻ അധിക്ഷേപിക്കുന്ന സമൂഹത്തെ പറ്റി പറയുമ്പോൾ ആ സമൂഹത്തെ കർത്താവിന് വേണ്ടി നേടുവാനുള്ള വലിയ ഒരു അവസരത്തെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളെ നമ്മൾ ഓർക്കണം. നമ്മുടെ ശുശ്രൂഷ സൗരഭ്യമുള്ള ഒരു ശുശ്രൂഷയായി മാറുവാനുള്ള ഒരു അവസരമാണ് സർവശക്തനായ ദൈവം നമുക്ക് അവിടെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ ദൈവകൃപ കൊണ്ട് പൊതിയപ്പെടണം. പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത് വെറുതെ ഒന്ന് ഇറങ്ങി ഏറ്റെടുക്കുവാനായിട്ടുള്ളതല്ല. അതിന്റെ മുന്നിലുള്ളതായ കഠിനമായ പ്രാർത്ഥനയും അതുപോലെ ത്യാഗമനോഭാവവും ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നേറുവാനായിട്ട് കഴിയുകയുള്ളൂ, അത് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വെളിയെന്താണ്, തെരഞ്ഞെടുപ്പ് എന്താണെന്ന് നാം മനസ്സിലാക്കുമ്പോഴും നമ്മുടേതായ നമ്മുടെ മുന്നിലുള്ളതായ ഓരോ വ്യക്തിയുടെയും വേദന മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായി മാറും. അതുകൊണ്ട് ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ സർവശക്തന്റെ കൃപ കൂടുതലായിട്ട് അനുഭവിച്ചറിയുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾ ഒരുക്കട്ടെ. അതിനാവശ്യമായ നന്മകളും കൃപകളും കൊണ്ട് നിറയ്ക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളാൽ കർത്താവ് നമ്മൾ വഴി നടത്തട്ടെ. ഈ ശുശ്രൂഷകളെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശുശ്രൂഷകൾ അവരോടൊപ്പം കൈത്താമായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ അവിടെ ജനത്തെ അവിടെ ഒരുക്കണമേ. പട്ടത്തോ ശുശ്രൂഷയിൽ പെട്ടക്കാരായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും എല്ലാ ശുശ്രൂഷക്കാരുടെയും ദൈവത്തിന്റെ കൃപ അധികമായിട്ട് നൽകണം. കേൾക്കാരായിരിക്കുന്ന ഓരോ മക്കളുടെയും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. നന്മയാലും അനുഗ്രഹങ്ങളും നിലനിർത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. പേജ് നമ്പർ 55. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകത്വനാർത്ഥാവായ യേശു ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിന കന്യാമരിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്ത് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ളതായ ദൈവത്തിൻ്റെ അടുത്ത് വാത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെ മരിച്ചവരെ നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശാലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ്സസ് മറിയാമ്മ എബ്രഹാം, മിസ്റ്റർ മനു സാം ജോൺ, മിസ്സസ് സബിത മിഥുൻ, മാസ്റ്റർ ക്രിസ്റ്റിൻ തോമസ് മാണി, മിസ്സസ് രേഷ്മ എലിസബത്ത്, മിസ്സസ് അനിത ബിജു. പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക,
എൻ്റെ സർവാന്തരം വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന നാഥനെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. തുടർന്നുള്ള നാളിൽ ദൈവത്തിൽ ആശ്രമിച്ച് ജീവിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. Let us pray. God of all days, glorious in all your ways, majesty and wonder and grace. In the light of your name, hope arise, darkness tremble in your holy light. Every eye would see Jesus our God, great and mighty to be praised. We shout for your glory, we shout for your praise. With our hearts, let's pray. Father, with prayerful lips, giving thanks to your faithfulness, we come to the throne of your grace. For the past week, we have rushed through our lives, put our shoes to live, forgetting your provisions and walking away without thanking you. We ask for forgiveness. Merciful Lord, let your presence be felt in our hearts and minds as we pray. Father, we thank you for the word we've heard this morning. We pray for our Achin and his family. We also pray for our bishop, the Metropolitan of Marthoma Church and the moderator of CNI, CSI and leaders of all other churches, that they be blessed with heavenly wisdom to lead the flock in your way of righteousness. Blessed Redeemer, we pray for our state, city, our nation. Lord, this city needed you. People from every corner is here. Arise, go and proclaim is what you called us to be. Let's invite the Spirit of Him who calls the dead to life, who heals the sick, who comforts the broken heart, to come and awaken us from our sleeps, that we might shout forth the name above all names, in whom every knee will bow, every tongue will confess one day. Even in the valley of shadow, even when the storms are raging, you will not forsake us. Peace in the storm to the sick, strength to the aged, faithful to the needy, comfort to the lonely, is your presence, Lord. May our hearts sing forth the praises. We struggle through the twists and turns of life. Father, we entrust all the missionary movements, the missionaries and their families. We pray for the mission fields of Andhra, Telangana, Parakkal, Uttarakhand, Mysore, Charkari and Malayalam areas, and also for the gospel works in all other nations. Lord, in parts of the world your children are put to death. In parts of our country where your name is taken at the risk of life, gospel is advancing. Lord, make us believe the message of your gospel that will shake our lives, and let us pray to be partakers of his kingdom. Gracious Lord, we pray for our various fellowships, the church committee and the people who are cleaning our premises. Bless them to do the duties faithfully, Lord. We entrust our families into your hands. Father, you created us to be in families, to love, to care, to protect each other, to train children in godly ways. May our homes be the schools of prayer and pleasing in the sight of the Lord. And Lord Jesus, continue to show us how you are fulfilling everything the prophets have spoken. Not just the promises about your sufferings on the cross and your resurrection from death, but also everything promised about your present work in the world as a Redeemer and Restorer. Great is the chorus of the angels, God, singing, Holy God Almighty. The gracious sound of your name lifted high. Blessed day, blessed hope, blessed eternity. In the name of Christ, our coming King. Amen.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ കർത്താവേ യാചന നൽകണമേ പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം താങ്കളുള്ള വാഗ്ദത്തം പോൽ ദയവായി വാഗ്ദത്തം പോൽ ദയവായി പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ കർത്താവേ യാചന നൽകണമേ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ലതും മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ആരാധനയുടെ സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്തതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ CSI സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ബിഷപ്പുമാരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ മധ്യകേരള മഹായുടെ ബിഷപ്പ് തോമസ് ക്യൂമൻ തിരുമേനി ഓർത്തു പ്രാർത്ഥിക്കുന്നു. മേഡക് ഡൈസ് ബിഷപ്പ് AC സോളമരാജ് തിരുമേനി ഓർത്തു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷ വേലയായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ COVID-19 കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ആ ദേശങ്ങളിൽ ദൈവത്തിൽ ആശ്രയം വിജയിപ്പാൻ അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിൽഡിംഗ് കമ്മിറ്റികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗായസംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂത്ത് മൂവ്മെൻറ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവികമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വുമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനായ യേശു കർത്താവ് പൂർണ്ണമായി വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിലേക്ക് നോക്കിയ പ്രകാശിതരായി അവർ മുഖമോ ലജ്ജിപ്പോയില്ല. ലജ്ജിക്കാതെ സാക്ഷിയായി നിലകൊള്ളുവാൻ ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പങ്കുവെച്ച അച്ഛനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാറമ്മ ആൻറ്റിയുടെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തിൽ നിൻ്റെ പ്രിയമക്കളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിൽ പലയിടങ്ങളിൽ കർത്താവെ മാനസികമായി ശാരീരികമായി അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. പൂർണ്ണമായി വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു ദേവാലയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് ഒരു പുതിയ ദേവാലയം ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. അവൻ്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായുള്ള പിതാവേ, നിന്റെ നാമം ശരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ശ്രദ്ധ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളുടെ രക്ഷകർത്താ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കാവുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസ സംസർഗവും നാം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെയും. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ.